അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ റമളാനിലെ എൻ്റെ ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. റമളാനിലെ ഞങ്ങളുടെ ഒരു ദിവസം, അതായത് അത്താഴം മുതൽ വൈകിട്ട് നോമ്പുതുറ വരെയുള്ള എല്ലാ വിശേഷങ്ങളും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. റമളാനായിട്ട് പിന്നെ ഞാനൊരു ഫുൾ ഡേ വ്ളോഗ് ചെയ്തിട്ടില്ലല്ലോ. ഒരുപാട് പേരായി റിക്വസ്റ്റ് ചെയ്യണു ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ ഇതിൽ ഞാൻ നോമ്പുതുറൻ്റെ വിഭവങ്ങളും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം കൂടെ ഷെയർ ആക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കണേ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും, പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. പുലർച്ചെ ഒരു 4:30 ആയപ്പോഴാണ് ഞങ്ങൾ അത്താഴത്തിന് എണീറ്റിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ദാ കിച്ചണിൽ എത്തിയിട്ടുണ്ട്. രാത്രിയിൽ കിടക്കുമ്പോൾ തന്നെ ഞാൻ എല്ലാ ജോലിയും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ കിടക്കാറ്. അപ്പോൾ പിന്നെ അത്താഴത്തിന് എണീറ്റാൽ വേറെ പണിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. തലേന്ന് രാത്രിയിൽ അത്താഴത്തിനുള്ള ഫുഡൊക്കെ റെഡിയാക്കി ചൂടോടെ തന്നെ ഈ സ്റ്റീൽ പാത്രങ്ങളിലാക്കിയിട്ട് റൈസ് പോട്ടിലോട്ട് ഇറക്കി വെക്കാറാണ് കേട്ടോ. അതാകുമ്പോൾ പിന്നെ അത്താഴത്തിന് എണീറ്റ് കഴിഞ്ഞാൽ അതിൽ ആ ഒരു ചൂട് അതേപോലെ നിലനിൽക്കുകയും ചെയ്യും. പിന്നെ ആ ഒരു ടൈമിൽ നമ്മളതെടുത്ത് ചൂടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കണ്ടില്ലേ, ഇതൊക്കെ ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു ചൂടിൽ തന്നെ ഉണ്ട് കേട്ടോ. ചോറും അതുപോലെ ചീരത്തോരനും പിന്നെ കായ ഉപ്പേരി ഉണ്ട്, പിന്നെ മീൻ കറിയാണ് കേട്ടോ. അതേപോലെ മീൻ വറുത്തതും ഉണ്ട്. ഇന്നിപ്പോൾ വിഭവസമൃദ്ധമായിട്ടുള്ളൊരു ഊണാണ് കേട്ടോ. ഇത്രയൊക്കെ വിഭവങ്ങൾ നിരത്തി വെച്ചിട്ടും എൻ്റെ സോനട്ടിക്ക് അതൊന്നും വേണ്ട കേട്ടോ. എനിക്ക് കഞ്ഞി മതി എന്നാണ് പറയണത്. എനിക്കങ്ങനെ മീൻ ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. മീനിൻ്റെ ഐറ്റംസ് ഒന്നും കഴിക്കൂല. പിന്നെ ഉപ്പേരി അങ്ങനെയുള്ളതും ഞാൻ ഒരുപാട് നിർബന്ധിക്കുമ്പോൾ ഇത്തിരി എങ്ങാനും കഴിക്കുക എന്നല്ലാണ്ട് ഓന് അത് മനസ്സറിഞ്ഞ് കഴിക്കാനൊന്നും ഇഷ്ടമല്ല കേട്ടോ. ഇന്നിപ്പോൾ അതും വേണ്ട, അച്ചാറും കഞ്ഞി മാത്രം മതി എന്നും പറഞ്ഞിട്ടാണ് പോയിട്ടുണ്ട്. അപ്പോൾ അതാ ഇന്നിപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ എല്ലാ ദിവസമൊന്നും ഒരുപാട് ഐറ്റംസ് ഒന്നും ഉണ്ടാകില്ല. എന്തെങ്കിലും ഒരു കറിയോ ഉപ്പേരിയോ സാലഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഇന്നിപ്പോൾ ഞാൻ ഈ നോമ്പ് തുടങ്ങിയ പിന്നെ മീൻ വാങ്ങിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടെ അനു, നെയ്ഷു അവരൊക്കെ മീൻ ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ. അപ്പോൾ ഞാൻ മീൻ വാങ്ങിച്ചപ്പോൾ അയിലും അതേപോലെ വത്തലും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് കറിയും വെച്ചു, കുറച്ച് പൊരിക്കുകയും ചെയ്തു. കുറേ ആയിട്ട് കഴിക്കാണ്ടാവുമ്പോൾ നമുക്കൊരാഗ്രഹം തോന്നില്ലേ, അങ്ങനെ ഉണ്ടാക്കിയതായിരുന്നു. ഇതെല്ലാം കൂടെ ഞാൻ ഒരുമിച്ച് അത്താഴത്തിന് ഉണ്ടാക്കിയതൊന്നല്ല കേട്ടോ. ഇതിൽ ആ കായുപ്പേരി എൻ്റെ ഉമ്മ കൊടുത്തു വിട്ടതായിരുന്നു. പിന്നെ ആ ചമ്മന്തി ഞാൻ തലേന്ന് മുട്ട ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ ഒപ്പം ഉണ്ടാക്കിയതാണ് കേട്ടോ. അങ്ങനെ ചോറ് കഴിച്ചിട്ട് പിന്നെ അതാ ഒരു ഗ്ലാസ് കട്ടനും കൂടെ എടുത്തിട്ടുണ്ട്. അത്താഴം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ സോനുട്ടി വേഗം പോയിട്ട് വുളു എടുത്തിട്ട് ബാങ്കിന് വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ. ആ ബാങ്ക് വിളി കേട്ട പാടെ തന്നെ നിസ്കരിച്ചിട്ട് ഓടിപ്പോയിട്ട് കിടക്കും ആശാന്. അപ്പോൾ അവൻ ആദ്യം വുളു എടുത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ എനിക്കും കൂടെയുള്ള മുസല്ല വിരിച്ചിടും. എപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് ജമാഅത്തായിട്ടാണ് കേട്ടോ നിസ്കരിക്കാറ്. ഞാൻ വുളു എടുത്ത് വന്നപ്പോഴേക്കും അവന് നിസ്കാരം തുടങ്ങിയ പോലെ അഭിനയിക്കായിരുന്നു കേട്ടോ, എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ എണീറ്റ് അവൻ ഓടാൻ വേണ്ടി നിന്നപ്പോഴേക്കും ഞാൻ ഖുർആൻ എടുത്ത് കൊടുത്തപ്പോൾ ആദ്യം ഭയങ്കര വിഷമവും കാര്യങ്ങളിരുന്നെങ്കിലും പിന്നെ ആൾ ഇരുന്നൊരു യാസീനൊക്കെ ഓതിയിട്ടാണ് കേട്ടോ എണീറ്റത്. ഖുർആൻ ഓതുക എന്നുള്ളത് ഭയങ്കര മടിയാണ് കേട്ടോ ആശാന്. നിസ്കാരമൊക്കെ വേഗം പറഞ്ഞാൽ അനുസരിക്കും, ഖുർആൻ ഓതാനും പറഞ്ഞാൽ അനുസരിക്കും. പക്ഷെ എന്നാലും നിസ്കരിക്കാൻ പറയണ അത്ര ഉഷാറില്ല കേട്ടോ ഖുർആൻ ഓതാൻ ആൾക്ക്. യാസീനൊരു പകുതി ഓതിയതിന് ശേഷം ബാക്കി ഞാൻ അടുത്ത നിസ്കാരത്തിൻ്റെ ടൈമിൽ ഓതി തീർത്തോളാന്ന് പറഞ്ഞിട്ട് ആൾ മെല്ലെ തടി എടുത്തിട്ടുണ്ട് കേട്ടോ. രാത്രിയിൽ കുറേ വൈകിട്ടാണ് ഓന് കിടക്കുക. പക്ഷെ അത്താഴത്തിന് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ വേഗം ഉറങ്ങും കേട്ടോ. ഖുർആനൊക്കെ ഓതി കഴിഞ്ഞ് വന്നപ്പോഴേക്കും നേരെ നന്നായിട്ട് വെളുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും കുറച്ച് സമയം കിടക്കാമെന്ന് വിചാരിച്ച് വന്നപ്പോഴാണ് കേട്ടോ പുറത്തുനിന്ന് ഭയങ്കര സൗണ്ട് കേട്ടത്. അപ്പം ഞാൻ വന്ന് നോക്കുമ്പോൾ നമ്മുടെ ഹോളിൽ ഈ ഒരു പർഗോളൻ്റെ മുകളിൽ കൂടെ 2 മൈൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം ആ ഒരു സൗണ്ടാണ് കേട്ടോ. ഭയങ്കര സൗണ്ടായിരുന്നു. ഞാൻ ആകെ പേടിച്ചു, എന്തൊക്കെയോ മറിഞ്ഞ് വീണൊക്കെ പോലെ തോന്നി. വീണ്ടും പോയി കുറച്ച് സമയം കൂടെ കടന്ന് പിന്നെ ഒരു 8:30 ആയപ്പോഴാണ് കേട്ടോ എണീറ്റിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ദാ പുറത്തൊക്കെ നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞാനിനി മുറ്റടിക്കാനൊന്നും നിൽക്കണില്ല, കാരണം മുറ്റത്ത് അങ്ങനെ കാര്യമായിട്ട് ചപ്പൊന്നുമില്ല. ഇപ്പം നോമ്പായ പിന്നെ രാവിലെ വൈകിട്ടൊക്കെ അല്ലേ എണീക്കുക. അപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങി ആ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ആകെ ഒരു ക്ഷീണമാണ് കേട്ടോ. അപ്പം ഞാൻ മുറ്റടിക്കണ ദിവസങ്ങളിൽ കുറച്ച് നേരത്തെ എണീറ്റ് മുറ്റടിക്കും. വൈകി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങനെ മുറ്റടിക്കാൻ നിൽക്കാറില്ല കേട്ടോ. ചില സമയത്ത് ആ മയിലിൻ്റെ കരച്ചിൽ കേട്ട് കഴിഞ്ഞാൽ എനിക്ക് എന്തോ ഒരു പേടിയാണ് കേട്ടോ. എന്തെങ്കിലും കുട്ടികൾ വല്ല ആപത്തിലും പെട്ട് കരയണ പോലെയൊക്കെ തോന്നും. അങ്ങനെ ഞാൻ മുറ്റടിക്കണില്ല, പക്ഷേ നമ്മുടെ ചെടികൾക്ക് വെള്ളം നനച്ചു കൊടുക്കണം. അപ്പോൾ നല്ല ചൂടായത് കാരണം ഭയങ്കര ഡ്രൈ ആയിട്ടാണ് ഉണ്ടാവുക.
ചൂട് കാരണം സത്യം പറയാലോ പുറത്തോട്ട് ഇറങ്ങാൻ തന്നെ മടിയാണ് കേട്ടോ. അങ്ങനെ ദാ പുറത്ത് വന്നപ്പോഴാണ് നമ്മുടെ പീനട്ട് ബട്ടറിൽ കുറേ ബട്ടർ ഇങ്ങനെ റെഡ് കളറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും നന്നായിട്ട് പഴുത്തിട്ടില്ല, പക്ഷേ ഇതൊക്കെ ഇങ്ങനെ അറുത്ത് വെച്ചാൽ മാത്രമേ കേട്ടോ നന്നായിട്ട് പഴുത്ത് നമുക്ക് കഴിക്കാൻ കിട്ടുള്ളൂ. ചെറിയ തൈയാണെന്നുണ്ടെങ്കിലും ഇതിലെപ്പോഴും കായ് ഉണ്ടാവാറുണ്ട് കേട്ടോ, പക്ഷേ അതങ്ങനെ നമുക്ക് കഴിക്കാൻ കിട്ടാറില്ല. കാരണം ഈ മരത്തിൽ നിന്നത് പഴുത്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പക്ഷികൾ കൊത്തിക്കൊണ്ടാവും. ഇതിപ്പോൾ കുറേ ഇങ്ങനെ പഴുത്ത് കണ്ടപ്പോൾ ഞാൻ അതൊന്ന് പറിച്ചു വെക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ മക്കളൊന്നും ഇതങ്ങനെ കഴിക്കൂല, പക്ഷേ എനിക്കും ഇത് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ, എന്നാലും ഞാനത് കഴിക്കും. കാരണം ഒട്ടും വളം ചേർക്കാണ്ട് ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഈ ഫ്രൂട്ട്സൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാകുമ്പോൾ നമ്മളത് കഴിക്കാണ്ട് നേരെ കടയിൽ പോയിട്ട് വളപ്രയോഗം നടത്തിയ ഫ്രൂട്ട്സ് വാങ്ങി കഴിക്കണതിൽ എന്താ അർത്ഥമുള്ളത്? ഞാനിത് എങ്ങനെയെങ്കിലുമൊക്കെ കുട്ടികളെയും കഴിപ്പിക്കാറുണ്ട് കേട്ടോ, നല്ലതാണ്. അപ്പോൾ അതാ 2 നല്ല പഴുത്തത് കിട്ടിയപ്പോൾ ഞാനത് അവിടെ പക്ഷികൾക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ, കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇപ്പം ഈ ഒരു വേനലല്ലേ, ഭയങ്കര ചൂടല്ലേ, നമുക്കല്ലേ നോമ്പുള്ളൂ, പക്ഷികൾക്കതില്ലല്ലോ. പകൽ സമയങ്ങളിലൊക്കെ ഞാൻ വുളു എടുക്കാൻ പുറത്തെ പൈപ്പിൻ്റെ ചോട്ടി കണ്ടിട്ട് വരാറ്. അപ്പം ഞാൻ ആ ഒരു പൈപ്പ് തുറക്കുമ്പോഴേക്കും എവിടുന്നെങ്കിലുമൊക്കെ പക്ഷികൾ പാറി പറന്ന് അതിൻ്റെ ചുറ്റിനും എത്തും കേട്ടോ. കാരണം അവർക്ക് ആ ഒരു ഇത്തിരി വെള്ളം അതങ്ങനെ കുടിക്കണം കാണുമ്പോൾ എന്നെ ഒരു പാവം തോന്നും. അത്രയ്ക്ക് ദാഹം ഉണ്ടാവില്ലേ, ഈ ഒരു ചൂടല്ലേ. അപ്പോൾ കണ്ടോ, ഞാൻ ആ വെള്ളം വെച്ച് വന്നപ്പോഴേക്കും എവിടുന്നൊക്കെയോ കിളികൾ പാറി വന്നിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഇപ്പോൾ ആനുവൽ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് എക്സാം ഉണ്ട്. രാവിലെ ഒരു 11:30 ആകുമ്പോഴാണ് കേട്ടോ അവരുടെ ബസ് വരിക. ഉച്ചയ്ക്ക് ശേഷമാണ് എക്സാം. ഇന്നിപ്പോൾ നൈഷുക്കുട്ടിയുടെ ഫസ്റ്റ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമാണ് കേട്ടോ. എല്ലാവരും റെഡി ആയിട്ടുണ്ട് പോകാൻ വേണ്ടിയിട്ട്. തലേന്നത്തെ ചോറ് കൂട്ടാനും ഒക്കെ ബാക്കിയുള്ളതുകൊണ്ട് അത് കഴിച്ചിട്ടാണ് ഇന്നിപ്പോൾ പോണത്. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ നൈഷക്കുട്ടിക്ക് ഇത് തന്നെയാണ് കേട്ടോ പണി. കിച്ചണിലോട്ട് ഇങ്ങനെ പോവുകയും വരികയും ചെയ്യും. ആ പോക്കിനൊക്കെ ഫ്രിഡ്ജ് തുറന്ന് നോക്കുകയും ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് അവൾക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിക്കണം. അപ്പോൾ അതാ ഇന്നിങ്ങനെ മാടി വിളിക്കുന്നത് കാണില്ല, അത് എന്തിനാണെന്നറിയോ? അവളുടെ ഫോട്ടോ എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നൈഷക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവളുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ മറന്നാലും അവൾ എന്നെ ഇടയ്ക്കിടയ്ക്ക് അത് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. കണ്ടില്ലേ, ഫോട്ടോയ്ക്ക് വേണ്ടി പോസ് ചെയ്തിരിക്കുന്നുണ്ട് നൈഷു. മറ്റൊരു 2 കാര്യമായിട്ടിരുന്ന് പഠിക്കണം കേട്ടോ. ആ ലാസ്റ്റ് നിമിഷത്തിലുള്ള പഠിപ്പുണ്ടല്ലോ, ഞാൻ എപ്പോഴും പറയും, ഈ പഠിപ്പ് നിങ്ങൾ കുറച്ച് മുന്നേ ആണെന്നുണ്ടെങ്കിൽ എല്ലാ വിഷയത്തിലും ഫുൾ മാർക്ക് വാങ്ങിച്ചൂടെ എന്നുള്ളത്. ലാസ്റ്റ് ബസ് വരാനായാൽ ഭയങ്കര പഠിപ്പായിരിക്കും. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനും ചെറുപ്പത്തിൽ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. എനിക്ക് എക്സാം ഹാളിലേക്ക് കയറുന്നത് വരെ ഞാൻ ബുക്ക് കയ്യിൽ നിന്ന് വെക്കാണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് അതിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇതെന്താ നോക്കണേ? സോന് പെങ്ങന്മാരെ നന്നായിട്ട് കെയർ ചെയ്യുകയും ചെയ്യും, അതുപോലെ അവരെ വെറുപ്പിക്കുകയും ചെയ്യും കേട്ടോ. കണ്ടില്ലേ, ബസ് വരാനായപ്പോഴേക്കും 2 കരയിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നൈഷുമ്മാൻ്റെ മുഖമൊക്കെ കടന്നൽ കുത്തിയ പോലെ ഇട്ടുള്ളത്, ആകെ കരഞ്ഞ് ചീർത്തിട്ടുണ്ട്. ലാസ്റ്റ് ഓൻ എന്തോ കരയിപ്പിച്ചതാണ്. അങ്ങനെ മക്കൾ സ്കൂളിൽ പോയി. ഇനിയിപ്പോൾ അവർ തിരിച്ചു വരുമ്പോഴേക്കും ഒരു 5 മണിയൊക്കെ ആവും. അങ്ങനെ കുട്ടികളെ സ്കൂളിൽ വിട്ടതിന് ശേഷം പിന്നെ ഞാൻ വേഗം ഉള്ളൊക്കെ ഒന്ന് അടിച്ചു വാരിയും തുടക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടി നിന്നു. നോമ്പായതുകൊണ്ട് തന്നെ രാവിലെ ഇപ്പോൾ അധികം ജോലികളൊന്നും ഇല്ലല്ലോ. ക്ലീനിങ് കഴിഞ്ഞാൽ തന്നെ ഒരുവിധം ജോലി തീർന്നു. പിന്നെ ഉച്ചക്കലേക്ക് മക്കൾക്ക് മിക്കവാറും കഞ്ഞിയും ഉപ്പേരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാറ്. അവർക്കും ഈ ഒരു ചൂടിന് അതാണ് കൂടുതൽ ഇഷ്ടം. ഇനിയിപ്പോൾ ഇന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു 2 മണിക്കൂർ അതിൻ്റെ പുറകെ പോകും കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം വേണം കുളിക്കാൻ. ഈയിടായിട്ട് എന്താണെന്നറിയില്ല, ഇടയ്ക്കൊക്കെ മുഖത്ത് പിമ്പിൾസ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഭയങ്കര ഈ ഒരു ചൂടൊക്കെ കാരണം ആകെ ടാൻ അടിച്ചിട്ടുണ്ട്. അപ്പോൾ സാധാരണ ഓയിലി ഫുഡൊക്കെ കഴിക്കുമ്പോഴല്ലേ പിമ്പിൾസ് വരിക. എനിക്ക് ഓയിലി ഫുഡ് കഴിച്ചിരുന്നപ്പോൾ ഒട്ടും പിമ്പിൾസ് വരാറുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പം ഞാൻ ഓയിലി ഫുഡൊക്കെ പാടെ ഒഴിവാക്കിയപ്പോഴാണ് ചെറുതായിട്ടുള്ള പിമ്പിൾസിൻ്റെ പ്രോബ്ലം. അപ്പം ഞാനിതാ ഒരു ഫേസ് പാക്ക് മുഖത്തിടാണ് കേട്ടോ. ഇത് ഭയങ്കര എഫക്റ്റീവാണ്. ഒരു 2-3 തവണ ഇട്ടപ്പോഴേ പിമ്പിൾസ് പാടെ പോയി. അതുപോലെ തന്നെ വെയിൽ കൊണ്ടിട്ട് മുഖത്തുള്ള ആ ഒരു കരിവാളിപ്പൊക്കെ പോയി മുഖം നല്ല ക്ലിയർ ആവാനും ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇതെന്താണെന്നല്ല നിങ്ങൾ വിചാരിക്കുന്നത്, ഇത് കസ്തൂരി മഞ്ഞളാണ് കേട്ടോ. അതായത് ഒറിജിനൽ കസ്തൂരി മഞ്ഞളാണ്. ഇത് ഒറിജിനൽ ആണെന്ന് പറയാനുള്ള കാരണം ഞാൻ ഈ വീഡിയോയിൽ തന്നെ വഴിയെ കാണിച്ചു തരാം കേട്ടോ. ഈ കസ്തൂരി മഞ്ഞളും തേനും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ മുഖത്തിട്ടിട്ടുണ്ടായിരുന്നത്. അത് രണ്ടും കൂടെ നല്ല എഫക്റ്റീവാണ്. ഇത് ഹെൽത്തി ഫാംസിൻ്റെ പ്രൊഡക്ട്സ് ആണ് കേട്ടോ. ഒട്ടും മായം ചേർക്കാത്ത ഒറിജിനൽ തേന്, അതായത് വൻതേനാണ്.
സത്യം പറയാലോ, ഈ ഒരു കൊടും വേനൽ തുടങ്ങി പിന്നെ ശരീരത്തിന് ക്ഷീണവും തളർച്ചയൊക്കെ ഭയങ്കര കൂടുതലാണ് കേട്ടോ. അങ്ങനെയാണ് ഞാൻ എൻ്റെ കൊളസ്ട്രോൾ വരെ ചെക്ക് ചെയ്യാൻ ഇടയായത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഭയങ്കര ഒരു ക്ഷീണവും തളർച്ചയൊക്കെ തോന്നിയപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്തതായിരുന്നു കൊളസ്ട്രോൾ. അപ്പം ഞാനിത് ഉമ്മാൻ്റെ അടുത്തും ഉമ്മാനിയത്തിൻ്റെ അടുത്തൊക്കെ പറഞ്ഞപ്പോൾ അവരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടോ, എനിക്ക് മാത്രമൊന്നുമല്ല, ഈ വേനൽ തുടങ്ങി പിന്നെ എല്ലാവർക്കും ഈ പ്രശ്നം തന്നെയാണ്, ഭയങ്കര ചൂടല്ലേ അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടോ. ഉമ്മൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞത് ഈ ഒരു കാര്യം ചെയ്യ്, കൂവപ്പൊടി തിളപ്പിച്ച് കുടിക്കുന്നതാണ് കേട്ടോ. എൻ്റെ ഉമ്മാക്ക് വയറ് സംബന്ധമായിട്ടുള്ള എന്ത് പ്രോബ്ലം പറഞ്ഞാലും ആദ്യം പറയുന്ന ഒരു സൊല്യൂഷനാണ് കൂവപ്പൊടി തിളപ്പിച്ച് കുടിക്കാൻ. സംഭവം ഒരു സത്യമാണ് കേട്ടോ. അത് കുടിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഈ യൂറിനറി ഇൻഫെക്ഷൻസും അടിവയറിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ മാറാറുമുണ്ട്. വീട്ടിലെപ്പോഴും മരുന്നിൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് കേട്ടോ കൂവപ്പൊടി വാങ്ങി വെക്കാറ്. ഞങ്ങൾക്കാണെങ്കിൽ കൂവപ്പൊടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ. അതിങ്ങനെ വിരകി ചക്കരയും തേങ്ങയൊക്കെ ഇട്ട് കഴിക്കുക എന്ന് പറഞ്ഞാൽ അതിനോളം ഇഷ്ടമുള്ളൊരു സംഭവം വേറെ ഇല്ല തന്നെ പറയാം. എന്തെങ്കിലും ഒരു കൂവപ്പൊടി കയ്യിൽ കിട്ടിയിട്ട് കാര്യമില്ല, എനിക്ക് നല്ല ക്വാളിറ്റി ഉള്ള കൂവപ്പൊടി തന്നെ വേണമെന്ന് വിചാരിച്ച് തപ്പി നടന്നപ്പോഴാണ് എനിക്ക് ഹെൽത്തി ഫാംസിൻ്റെ പ്രൊഡക്റ്റ് കണ്ണിൽ പെട്ടത്. ഇത് ഹെൽത്തി ഫാംസിൻ്റെ 2 ടൈപ്പ് കൂവപ്പൊടി ഉണ്ട് കേട്ടോ. ഒന്ന് വെള്ള കൂവപ്പൊടിയും ഇത് നീല കൂവപ്പൊടിയാണ്. കൂവപ്പൊടിൻ്റെ ഒക്കെ ഹെൽത്ത് ബെനിഫിറ്റ് ഞാൻ പറയാണ്ട് തന്നെ കാലാകാലങ്ങളായിട്ട് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയായിരിക്കും കൂവപ്പൊടി എത്രത്തോളം നമ്മുടെ ശരീരത്തിന് നല്ലതാണെന്നുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ ഉമ്മമാരുടെ കയ്യിൽ കുറച്ചെങ്കിലും കൂവപ്പൊടി സ്റ്റോക്ക് ഇല്ലാത്തവരാരും തന്നെ ഉണ്ടാവില്ല. വളരെ ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർക്കും ഗർഭിണികൾക്കൊക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒത്തിരി പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ കൂവപ്പൊടി. നിങ്ങൾ കണ്ടിട്ടില്ലേ, ചെറിയ കുട്ടികൾക്ക്, അതായത് കുറുക്കൊക്കെ കൊടുക്കുന്ന കുട്ടികൾക്ക് നമ്മൾ ഈ ആരാറൂട്ടിൻ്റെ ബിസ്ക്കറ്റ് പാലിൽ കുതിർത്തിയൊക്കെ കൊടുക്കാറില്ലേ, കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും. അതുപോലെ ഗർഭിണികൾക്ക് ഗർഭാവസ്ഥയിൽ ഡോക്ടേഴ്സ് ഈ ഫോളിക് ആസിഡിൻ്റെ ടാബ്ലറ്റ് എഴുതൂലേ, അപ്പോൾ ആ ഒരു ഫോളിക് ആസിഡൊക്കെ ഈ കൂവപ്പൊടിയിൽ ഒത്തിരി അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ കൂവപ്പൊടി ഞാൻ ഒറിജിനലാണ്, 100% ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് എന്നൊക്കെ പറയാനുള്ള കാരണം ഇതിൻ്റെ പ്യൂരിറ്റി ഞാനൊന്ന് ചെക്ക് ചെയ്ത് കാണിക്കാം കേട്ടോ. പണ്ടൊക്കെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഹിന്ദുസാണ് കേട്ടോ കൂടുതലുള്ളത്. അപ്പോൾ ഈ തിരുവാതിരൊക്കെ ആകുമ്പോൾ അവിടുത്തെ അമ്മ കൂവ വിരകിയിട്ട് ഞങ്ങൾക്ക് കൊണ്ടുതരാറുണ്ട്. അപ്പോൾ ഈ തിരുവാതിര ആയിക്കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും അമ്മൻ്റെ വീട്ടിൽ പോയിട്ട് അവർ കൂവ പറിക്കണതും ആ കൂവ ഇടിച്ച് ചാറ് പിഴിഞ്ഞെടുക്കണതും അത് വെള്ളത്തിൽ ഇങ്ങനെ കലക്കിയിട്ട് ഊറി വരുന്നതൊക്കെ വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ. അവരെക്കാളും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ ഞങ്ങൾ ചുറ്റിനും പോയിരിക്കും അത് കാണാൻ വേണ്ടിയിട്ട്. ഒറിജിനൽ കൂവപ്പൊടി വെള്ളത്തിൽ കലക്കിയിട്ട് അത് ഊറാൻ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ഊറി വരുമ്പോൾ അതിൻ്റെ മുകളിലുള്ള വെള്ളം നല്ല ക്ലിയർ ആയിട്ട് വരും കേട്ടോ. അങ്ങനെ ഒറിജിനൽ കൂവപ്പൊടി ആണെങ്കിലാണ് അതങ്ങനെ വരുള്ളൂ. അല്ലെങ്കിൽ അതിലെന്തെങ്കിലും മായം ചേർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വെള്ളം കലങ്ങി തന്നെ കിടക്കും. വെള്ള കൂവപ്പൊടി നല്ല പ്യോർ വൈറ്റ് കളറാണ് കേട്ടോ. എന്നാൽ നീല കൂവപ്പൊടിക്ക് ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ട്, അതൊരു ചെറിയ യെല്ലോയിഷ് കളറാണ്. ഇതിൽ ഏറ്റവും ബെസ്റ്റ് വെള്ളക്കൂവപ്പൊടി തന്നെയാണ്. നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് വെള്ളക്കൂവപ്പൊടി കൊടുക്കാനാണ് കേട്ടോ. നമ്മൾ കുട്ടികൾക്ക് ഈ കൂർക്കൊക്കെ കാച്ചി കൊടുക്കൂലേ, അതിൻ്റെ കൂടെ കുറച്ച് കൂവപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ല ദഹനം കിട്ടാനാണെങ്കിലും അതേപോലെ ബ്ലഡ് ഹീമോഗ്ലോബിൻ്റെ ഒക്കെ അളവ് കൂട്ടും. പിന്നെ അതേപോലെ ക്ഷീണം മാറാനും കുട്ടികളുടെ സൗന്ദര്യത്തിനും ഒക്കെ കൂവപ്പൊടി വളരെ ബെസ്റ്റാണ്, പ്രത്യേകിച്ചും അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും ഒക്കെ. ഞാൻ എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസി ടൈമിൽ മാത്രമാണ് കേട്ടോ ഫോളിക് ആസിഡ് ടാബ്ലറ്റ് മര്യാദക്ക് കുടിച്ചിട്ടുള്ളൂ. രണ്ടാമത്തേലും മൂന്നാമത്തേലും ഒന്നും അതങ്ങനെ കുടിച്ചിട്ടില്ല. കാരണം ഗുളിക കുടിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര മടിയാണ്. അങ്ങനെയുള്ള ഒരുപാട് ഗർഭിണികൾ നമുക്ക് ചുറ്റിനും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഗുളിക കുടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും ഫോളിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ വേണം. അപ്പോൾ ഇതുപോലെ ഒരു കൂവപ്പൊടിയുടെ പാക്കറ്റൊക്കെ വാങ്ങി വെക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. അതേപോലെ ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഗ്ലൂക്കോസൊക്കെ കയറ്റൂലേ, അതിന് പകരമായിട്ട് ഈ കൂവപ്പൊടി ഒന്ന് കാച്ചി കുടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു എനർജിയും ഉന്മേഷവും ഒക്കെ കിട്ടും. 2 ഗ്ലാസ്സിലായിട്ട് ഞാൻ കൂവപ്പൊടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതൊന്ന് ഊറി വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇനി ഈ കസ്തൂരി മഞ്ഞൾ ഒറിജിനലാണ് എന്ന് ഞാൻ പറയാനുള്ളൊരു കാരണം, ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലൊക്കെ പോയി നിൽക്കുമ്പോൾ അവിടെ ഉമ്മാൻ്റെ അനിയത്തിമാർ കല്യാണപ്രായം എടുക്കുമ്പോഴും അതേപോലെ അവരുടെ ഡെലിവറി ടൈമിലൊക്കെ ഉമ്മമ്മ കസ്തൂരി മഞ്ഞൾ അരച്ച് മുഖത്തിട്ട് കൊടുക്കാറുണ്ടായിരുന്നു. അന്നൊക്കെ ഉമ്മമ്മ ഉപയോഗിച്ചിരുന്ന കസ്തൂരി മഞ്ഞൾ ഒരു ക്രീം കളറിലായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ കടകളിൽ നിന്ന് കസ്തൂരി മഞ്ഞൾ വാങ്ങിക്കുമ്പോൾ അത് നല്ലൊരു യെല്ലോ കളറിൽ, അതായത് ഒരു മഞ്ഞളിൻ്റെ കളർ തന്നെയാണ് ഉള്ളത് അല്ലേ. പക്ഷേ ഇതാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ. ഒറിജിനൽ കസ്തൂരി മഞ്ഞളിന് ഒരു ക്രീം കളറാണ് കേട്ടോ. അതായത് അതിനൊരു വൈറ്റ് കളറാണ് ഇത്ര ഉണ്ടാവുക. അത് പൊടിച്ച് കഴിയുമ്പോൾ ആ പൊടി ഒരു ക്രീം കളറാണ് ഉണ്ടാവുക.
ഇനിയിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം ഇതിൻ്റെ ഒരു ഒറിജിനൽ കളർ എങ്ങനെയെന്നുള്ളത്. കണ്ടില്ലേ, ഇതുപോലൊരു ക്രീം കളറിലാണ് കേട്ടോ കസ്തൂരി മഞ്ഞൾ ഉണ്ടാവുക. ഇത് പാക്ക് തുറന്നപ്പോൾ തന്നെ ഭയങ്കര ഒരു സ്മെല്ലായിരുന്നു. അതായത് ഒരു കർപ്പൂരമൊക്കെ മിക്സ് ചെയ്ത ഒരു സ്മെല്ല്, കസ്തൂരിയുടെ ഒക്കെ സ്മെല്ല് എന്ന് പറയുന്നുണ്ട്. കസ്തൂരിയുടെ സ്മെല്ല് എന്താണെന്നുള്ളത് എനിക്കറിയില്ല, പക്ഷേ എനിക്കിതൊരു കർപ്പൂരത്തിൻ്റെ ഒക്കെ ഒരു സ്മെല്ല് പോലെയാണ് കേട്ടോ ഫീൽ ചെയ്തത്. ഇങ്ങനെ ഒരു ക്രീം കളറിലാണ് ഈ പൗഡർ ഉണ്ടാവുക. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനും ഇതുവരെ കസ്തൂരി മഞ്ഞളാണെന്ന് പറഞ്ഞ് ഉപയോഗിച്ചിരുന്നത് ഇതാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ കളറ് നല്ലൊരു യെല്ലോ കളറാണ്. അതായത് ഇതുവരെ നമ്മൾ ഉപയോഗിച്ചിരുന്നത് മഞ്ഞക്കൂവയാണ് പോലും. ഈ മഞ്ഞക്കൂവനെയാണ് നമ്മൾ കസ്തൂരി മഞ്ഞളാണെന്നും പറഞ്ഞിട്ട് ഇത്രയും കാലം ഉപയോഗിച്ചിരുന്നത്. കടകളിൽ നിന്നൊക്കെ നമുക്ക് ആ ഒരു ടൈപ്പ് കസ്തൂരി മഞ്ഞളൊക്കെയാണ് വാങ്ങിക്കാൻ കിട്ടുക. ഇനിയിപ്പോൾ നിങ്ങൾക്കിത് വിശ്വാസം വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കൂ കേട്ടോ, എന്താണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒറിജിനൽ കസ്തൂരി മഞ്ഞളും ഈ മഞ്ഞക്കൂവ എന്ന് പറയുന്നതും എന്താണെന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ സാധാരണ നമ്മൾ കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചിട്ടുള്ള ആ ഒരു പൗഡർ നമ്മൾ മുഖത്തിട്ട് കഴിയുമ്പോൾ ഭയങ്കര ഒരു നീറ്റലും പുകച്ചിലൊക്കെ ആയിരിക്കും. പക്ഷേ ഈ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ മുഖത്തിട്ട് കഴിഞ്ഞപ്പോൾ നല്ലൊരു കൂളിംഗ് എഫക്റ്റാണ് കേട്ടോ കിട്ടിയത്. അങ്ങനെ നീറ്റലും കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മുടെ മുഖത്തുള്ള പാടുകളും കുരുക്കളും പിന്നെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടാനും ടാനൊക്കെ മാറ്റാനും ഒക്കെ ഈ ഒരു കസ്തൂരി മഞ്ഞൾ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അപ്പം ഇനി അടുത്ത പ്രൊഡക്റ്റ് തേനാണ് കേട്ടോ. ഇത് വൻതേനാണ്, ഒറിജിനൽ തേനാണ്. 100% ക്വാളിറ്റി പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. ഇതും ഒറിജിനൽ തേനാണോ എന്നുള്ളത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് തന്നെ മനസ്സിലാക്കാം. നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആദ്യം എടുത്തു മാറ്റേണ്ട ഒന്നാണ് പഞ്ചസാര എന്ന് നമ്മൾ എപ്പോഴും പറയില്ലേ. പക്ഷേ ഈ ഒരു മധുരം ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു ടാസ്ക് തന്നെയാണ്. അങ്ങനെ പെട്ടെന്ന് മധുരം ഉപേക്ഷിക്കാൻ ആരെക്കൊണ്ടും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നെക്കൊണ്ട് കഴിയില്ല കേട്ടോ മധുരം അങ്ങനെ പെട്ടെന്ന് ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ പഞ്ചസാരക്ക് പകരമായിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയതാണ് തേന്. അതും ഒറിജിനൽ തേൻ തന്നെയാണ് കേട്ടോ. ഈ ഒറിജിനൽ തേന് നമ്മളിതാ വെള്ളത്തിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിങ്ങനെ അതാ വീഴുന്ന ഒരു രീതി കണ്ടില്ലേ, അതിങ്ങനെ കലങ്ങി പോവാണ്ട് ഇങ്ങനെ ഉരുണ്ട് വീഴും കേട്ടോ. ഒറിജിനൽ തേനാണ് അങ്ങനെ വീഴുക, അല്ലാത്തത് വെള്ളത്തിൽ ഇങ്ങനെ മിക്സായി പോവും. ഈ ഡയറ്റൊക്കെ എടുക്കുന്നവർക്ക് പഞ്ചസാരക്ക് പകരമായിട്ട് തേന് ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അതാ ഞാനിത് നാട്ടിൽ നിന്ന് ഒരു ഷോപ്പിൽ നിന്ന് എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുള്ള കൂവപ്പൊടിയാണ് കേട്ടോ. അവിടെ വീട്ടിൽ ഓൾറെഡി സ്റ്റോക്കുള്ള ഒരു കൂവപ്പൊടിയാണ്. ഇത് ഞാൻ ആകെ ഒരു പ്രാവശ്യമൊക്കെ ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ. ഇത് കിട്ടിയപ്പോഴേ എനിക്കത് അത്ര നല്ലതായിട്ട് തോന്നിയില്ല. അപ്പോൾ ഇതും ഞാനൊന്ന് ജസ്റ്റ് കാണിക്കാം. വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ട് കണ്ടോ, ഇത് വെള്ളത്തിലിട്ടപ്പോൾ തന്നെ എന്തോ ഒരു പോലെയാണ് ഇട്ടുള്ളത്. അങ്ങനെ എന്താണെങ്കിലും അത് ഞാൻ മിക്സ് ആക്കിയപ്പോൾ മിക്സ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതത്ര നല്ല ഒരു ക്വാളിറ്റി ഇല്ലാത്ത, ഒരു ഹൈജീനിക് അല്ലാത്തൊരു പൗഡർ പോലെയാണ് ഇട്ടുള്ളത്. അപ്പോൾ നമ്മളെ ഒറിജിനൽ കൂവപ്പൊടിയും അല്ലാത്തത് നമുക്ക് ഇങ്ങനെ നോക്കിയാൽ തന്നെ മനസ്സിലാവും. അങ്ങനെ ഇതാ കുളിക്കാൻ പോണതിന് മുന്നായിട്ട് ഞാൻ ബീഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബീഫ് ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ നോമ്പ് തുറക്ക് ബിരിയാണി കഞ്ഞിയാണ് കേട്ടോ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിലേക്കുള്ള ബീഫാണിത്. അതിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് വേവിക്കാനായിട്ട് വെക്കുകയാണ്. നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം തന്നെ കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നു. കാരണം ഇന്നിപ്പോൾ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാനുള്ളതല്ലേ. അപ്പോൾ അതാ ഞാൻ കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ കൂവപ്പൊടിയൊക്കെ അടിഞ്ഞ് വന്ന് വെള്ളം നല്ല ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതാ ബീഫ് കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ല. തുറന്ന് നോക്കിയപ്പോൾ ബീഫ് വേവ് കുറവായത് കാരണം ഞാനിത് ഒന്നുകൂടെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ സ്പെഷ്യലായിട്ട് ഞാൻ പറഞ്ഞല്ലോ ബിരിയാണി കഞ്ഞിയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ബിരിയാണി കഞ്ഞി നമുക്ക് ബീഫ് വെച്ചിട്ടും മട്ടൻ വെച്ചിട്ടും ചിക്കൻ വെച്ചിട്ടും ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ബീഫ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ബീഫും മട്ടനൊക്കെ വെച്ച് ചെയ്യുമ്പോഴായിരിക്കും ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ഇനി അതിലേക്കുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബിരിയാണി കഞ്ഞി റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ കുക്കറിലോട്ട് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ നെയ്യൊന്ന് ചൂടായി വരുന്ന ടൈമിൽ ഇതിലോട്ടൊരു 1/4 ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ സ്പൈസസ് ചേർക്കുക. ഞാനിവിടെ ഏലക്ക, പട്ട, ഗ്രാമ്പു എന്നിവയാണ് എടുത്തിട്ടുള്ളത്. നല്ല ചൂടായ നെയ്യിലിട്ടിട്ട് ഇതും കൂടെ ഒന്ന് വറുത്തെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ചേർത്ത് വഴറ്റിയെടുക്കണം. ഞാനിവിടെ ക്യാരറ്റ്, സവാള, ക്യാപ്സിക്കം, മല്ലിയില, ചെറിയൊരു പീസ് ഇഞ്ചി, 6-7 അല്ലി വെളുത്തുള്ളി എന്നിവയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ നെയ്യിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലോട്ട് ക്യാരറ്റും സവാളയും കൂടെ ചേർത്ത് കൊടുക്കും. ഇഞ്ചി, വെളുത്തുള്ളി നെയ്യിൽ ഒരുപാട് സമയം മൂപ്പിക്കരുത് കേട്ടോ. അപ്പോൾ ആ ഒരു ടേസ്റ്റ് മാറിപ്പോവും. കൂടെ തന്നെ ബാക്കിയുള്ള ക്യാപ്സിക്കം, പിന്നെ മല്ലിയില എന്നിവ കൂടെ ചേർത്തിട്ട് എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി
ഇതിലേക്കുള്ള അരി ഒന്ന് കഴുകിയെടുക്കുക. ഞാനിവിടെ ഒരു 1.25 കപ്പ് ബിരിയാണി അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോഴേക്കും എക്സാമൊക്കെ കഴിഞ്ഞ് മക്കൾ എത്തിയിട്ടുണ്ട് കേട്ടോ. വന്ന പാടനെ ഈ തേൻ്റെ കുപ്പി പുറത്ത് കണ്ടപ്പോൾ നമ്മളെ നൈഷുക്കുട്ടി അത് വെറുതെ എടുത്ത് കഴിക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ കൂടുതൽ കാലമൊന്നും നീണ്ടു നിൽക്കുമെന്ന് എനിക്ക് തോന്നണില്ല. എനിക്കിവിടെ കിട്ടിയിട്ടുള്ള ബീഫ് നല്ല മൂത്ത ഇറച്ചിയാണ് കേട്ടോ. അത് വേവാൻ നല്ല പാടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിലോട്ട് ചേർക്കാനായിട്ട് അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയിട്ടാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. ശരിക്കും നമ്മൾ ബീഫ് വെച്ചുണ്ടാക്കുമ്പോൾ എല്ലോട് കൂടിയിട്ടുള്ള ബീഫ് എടുത്തിട്ട് നന്നായിട്ട് വേവിച്ചിട്ട് വേണം ഇതിൽ ചേർത്ത് കൊടുക്കാൻ. എങ്കിലാണ് കേട്ടോ ഇത് ഒന്നുകൂടി ടേസ്റ്റ് ആയിട്ടുള്ളത്. ഇതിപ്പോൾ നല്ല മൂത്ത ബീഫായത് കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ കറക്കി ആക്കി കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെ ഒരു മാഗി ക്യൂബിൻ്റെ പകുതിയും ചേർത്തിട്ടുണ്ട്. ശേഷം നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള ആ ഒരു ബീഫ് ഉണ്ടല്ലോ, ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ബീഫും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം ഇതിലോട്ട് നമ്മൾ കഴുകി കുതിർത്ത് വെച്ചിട്ടുള്ള അരിയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പം ഞാനിത് ബിരിയാണി അരി വെച്ചിട്ടാണ് കേട്ടോ ചെയ്യണത്. അരി ചേർത്തിട്ട് നല്ലപോലെ ഈ മസാലയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ സാധാരണ നെയ്ച്ചോറിനൊക്കെ വെള്ളം എടുക്കണ പോലെയല്ല, അതിലും കുറച്ച് കൂടുതൽ എടുക്കുക. കാരണം കഞ്ഞി പോലെയല്ലേ ഉണ്ടാക്കുന്നത്. ഇനി കുക്കർ മൂടി വെച്ച് ഏകദേശം ഒരു 2-3 വിസിൽ വരെ ഇതൊന്ന് വേവിച്ചെടുക്കുക. കഞ്ഞി ആയതുകൊണ്ട് തന്നെ കുറച്ച് നല്ലോണം വെന്ത് വേണിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ബിരിയാണി കഞ്ഞി ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട്. മറ്റേ അടുപ്പിൽ ഞാൻ കൂവപ്പൊടി വെച്ചിട്ട് ഒരു ഡ്രിങ്കും അതുപോലെ തന്നെ ഒരു പുഡിങ്ങും തയ്യാറാക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ കൂവപ്പൊടി കാണിച്ചപ്പോൾ അത് നമ്മൾ വെറുതെ കാച്ചി കുടിക്കുക മാത്രമല്ല, അത് വെച്ചിട്ട് പല റെസിപ്പീസും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ മക്കളുടെ വയറ്റിൽ പെടുത്താൻ പറ്റിയിട്ടുള്ള ഒത്തിരി നല്ല വെറൈറ്റി റെസിപ്പീസ് കൂവപ്പൊടി വെച്ചിട്ട് ചെയ്യാം. ഞാനിവിടെ ഒരു ബൗളിലോട്ട് 3 ടേബിൾ സ്പൂണ് കൂവപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് അല്പം വെള്ളം ഒഴിച്ചിട്ട് ഈ കൂവപ്പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വേണം നമ്മളിത് വെള്ളത്തിൽ ഒഴിച്ചിട്ട് കുറുക്കിയെടുക്കാനായിട്ട്. ഡയറക്റ്റ് തിളച്ച വെള്ളത്തിലോട്ട് കൂവപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ആകെ അതിങ്ങനെ ഉരുണ്ട് കിടക്കും കേട്ടോ. അതായത് കട്ട കെട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ വെള്ളത്തിലോട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊട്ടും കട്ട പിടിക്കാണ്ട് നമുക്ക് കറക്റ്റായിട്ട് കുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. തിളച്ച വെള്ളത്തിലോട്ട് കൂവപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം തവി വെച്ച് കൈയെടുക്കാണ്ട് ഇളക്കി നല്ലപോലെ കുക്ക് ചെയ്തെടുക്കണം. ഇതിലോട്ട് ഞാനൊരു നുള്ളു ഉപ്പും കൂടെ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി വേവിച്ചെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഇത് കട്ട കെട്ടാൻ ചാൻസ് കൂടുതലാണ്. ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ട് ഞാൻ തേനാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതാ ഞാൻ തേന് ചേർത്ത് കൊടുക്കുന്ന ആ ഒരു ഭാഗം എനിക്ക് വീഡിയോയിൽ കിട്ടിയില്ല. ഇപ്പോൾ ഞാനിതിൽ തേനും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഏതായാലും നമ്മൾ കൂവപ്പൊടിയൊക്കെ വെച്ചിട്ട് നല്ലൊരു ഹെൽത്തി ഡിഷല്ലേ ചെയ്യാൻ പോണത്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ തേനും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മുടെ കൂവപ്പൊടി ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി പുഡിങ്ങിലോട്ട് തേങ്ങാക്കൊത്ത് ചേർത്തിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതാ ഞാനിങ്ങനെ 2 പൂള് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് സൈഡിലുള്ള ആ ഒരു ബ്രൗൺ പാർട്ട് കളയാനായിട്ട് ഞാനിതാ ഒന്ന് പീൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം നല്ല വൈറ്റ് കളറിലുള്ള തേങ്ങാക്കൊത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എങ്കിലാണ് അതൊരു ഒന്നുകൂടെ ഒരു ഭംഗിയായിട്ട് കിട്ടുക. അങ്ങനെ അതിൻ്റെ ബാക്ക് സൈഡിലുള്ള ആ ഒരു ബ്രൗൺ പാർട്ടൊക്കെ കളഞ്ഞതിന് ശേഷം ഈ തേങ്ങ നമുക്ക് വളരെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. വളരെ കുഞ്ഞു പീസായിട്ട് നൈസായിട്ട് സ്ലൈസ് ചെയ്തെടുക്കണം കേട്ടോ. എങ്കിലാണ് ഒന്നുകൂടെ ഒരു ടേസ്റ്റ്. കുക്ക് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു കൂവപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് ഡ്രിങ്കും അതുപോലെ പുഡിങ്ങും തയ്യാറാക്കാൻ വേണ്ടി പോണത്. അപ്പം ഇനി ഇതാ പുഡിങ് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലോട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലോട്ട് തന്നെ ഞാൻ ബദാം ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഉണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 7-8 പീസ് ബദാമും കൂടെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. പുഡിങ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കുറച്ച് മധുരം കൂടുതൽ വേണം, എങ്കിലാണ് പുഡിങ് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുക. അപ്പോൾ അതാ ഞാൻ ഈ ഒരു കൂട്ടിലോട്ട് അല്പം തേനും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് നമ്മൾ കുറുക്കി വെച്ചിട്ടുള്ള കൂവൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ പുഡിങ് തയ്യാറാക്കാനായിട്ട് ചൈന ഗ്രാസ്, കസ്റ്റാർഡ് പൗഡർ, കോൺഫ്ലോർ ഒക്കെ ചേർത്ത് കൊടുക്കാറില്ല. അതിനൊക്കെ പകരമായിട്ട് ഇങ്ങനെ ഒരു കൂവപ്പൊടിയുടെ പാക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് മക്കൾക്ക് പുഡിങ് തയ്യാറാക്കി കൊടുക്കാം കേട്ടോ. കൂവപ്പൊടി കുറച്ച് സമയം ഇങ്ങനെ വെച്ചാൽ തന്നെ നല്ലൊരു എന്താ പറയുക ജെല്ലി പോലെ വരുമല്ലോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ് സെറ്റാക്കുക. ഈ ഒരു രീതിയിൽ മാത്രമൊന്നുമല്ല കേട്ടോ, കൂവപ്പൊടി വെച്ചിട്ട് പല ടൈപ്പ് പുഡിങ് നമുക്ക് ട്രൈ ചെയ്യാം. ഇനി ബാക്കിയുള്ള കൂവപ്പൊടി ഞാനിതാ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് വെച്ചിട്ട് ഞാനിന്ന് ഡ്രിങ്ക് റെഡിയാക്കണം കേട്ടോ. ഇതിലോട്ട് ഒരു പാക്കറ്റ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക.
പാലിന് പകരം ഇതിൽ ഞാൻ തേങ്ങാപ്പാൽ ചേർത്തിട്ട് ചെയ്യണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേങ്കിൽ അതിനുള്ളൊരു ടൈം ഇല്ലാത്തത് കാരണം ഞാൻ പാലാണ് കേട്ടോ ചേർത്തത്. ഇതിൽ തേങ്ങാപ്പാൽ ചേർക്കുമ്പോഴാണ് ഒന്നുകൂടെ ടേസ്റ്റി ആയിട്ട് കിട്ടുക. ഇനി ഇതാ മധുരത്തിന് ആവശ്യമായിട്ട് ഞാനിതിൽ പഞ്ചസാര തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കാരണം ഡ്രിങ്ക് ആകുമ്പോൾ കുറച്ച് അധികം ഉള്ളതുകൊണ്ട് മധുരം വേണ്ടേ. അപ്പോൾ തേന് അത്രത്തോളം ചേർത്ത് കഴിഞ്ഞാൽ മുതലാവില്ല. അപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുകയാണ്. സോറി, ഇതിൽ ഞാൻ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ലൊരു തണുപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലോട്ട് കുറച്ച് ഐസ് ക്യൂബും കൂടെ ചേർത്തിട്ട് അടിച്ചെടുക്കുകയാണ്. അങ്ങനെ സിമ്പിളായിട്ടുള്ള ആരോറൂട്ട് ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല റിഫ്രഷിങ് ഡ്രിങ്ക് ആണ് കേട്ടോ. നമുക്ക് നോമ്പൊക്കെ തുറക്കുന്ന ടൈമിൽ ഇതൊരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് വയറ് നിറയുകയും ചെയ്യും, നല്ലൊരു എനർജി കിട്ടുകയും ചെയ്യും, നല്ലൊരു ഉഷാറും ഉന്മേഷവും ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ മാത്രമല്ല ചെയ്യണത്, ഇതിൽ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ചേർത്തിട്ട് കുറച്ച് നല്ല ഒരു ഹെവി ഡ്രിങ്ക് ആക്കി മാറ്റുകയാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, കുറച്ച് തിക്കായിട്ടൊക്കെയാണ് ഉള്ളത്. നമ്മൾ കുറച്ചധികം കുറുക്കി ചേർത്തത് കാരണം. ഇനി ഇതിലോട്ട് ഞാൻ ഫ്രൂട്ട്സ് ആയിട്ട് ആപ്പിൾ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മറ്റ് പല ഫ്രൂട്ട്സും ചേർത്ത് കൊടുക്കുക. പക്ഷേ ഞാനിപ്പോൾ ആപ്പിൾ വളരെ തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ട് അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ കുറച്ച് കസ്കസ് ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. വെയിറ്റ് ലോസും ഡയറ്റൊക്കെ എടുക്കുന്നവർക്ക് ഇതുപോലെയുള്ള ഡ്രിങ്ക്സ് ഒക്കെ വളരെ നല്ലതാണ്. അങ്ങനെ നമ്മുടെ ബിരിയാണി കഞ്ഞിയിലേക്കുള്ള റൈസ് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇതിപ്പോൾ ഇവിടെ കറക്റ്റ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാലും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം, എങ്കിലേ നമ്മുടെ ബിരിയാണി കഞ്ഞി പൂർണ്ണമാവുള്ളൂ കേട്ടോ. തേങ്ങാപ്പാലും കൂടെ ചേർത്ത് ഇളക്കി നന്നായി മിക്സ് ചെയ്ത് ഇത് നല്ലപോലെ ഒന്നും കൂടെ തിളപ്പിച്ച് കുറുക്കിയെടുക്കുക. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഒരല്പം മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുക. ലാസ്റ്റ് ഒരു അല്പം നെയ്യും കൂടെ തൂവി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി കഞ്ഞി സെറ്റായിട്ടോ. ഇന്നിപ്പോൾ നോമ്പ് തുറക്കാൻ ഞാൻ എണ്ണക്കടികളൊന്നും തന്നെ ഉണ്ടാക്കണില്ല. ഇന്നിപ്പോൾ കൂവപ്പൊടിൻ്റെ പുഡിങ്ങും ഡ്രിങ്കും പിന്നെ ഈ ഒരു ബിരിയാണി കഞ്ഞിയും ഫ്രൂട്ട്സും മാത്രമാണ് കേട്ടുള്ളത്. പുഡിങ് സെറ്റാക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് ഞാനൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നമുക്ക് പുഡിങ് ട്രൈകളിലോട്ട് മാറ്റാം. അപ്പോൾ ആദ്യം ഇത് ഈ ട്രൈയിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചാൽ മതിയായിരുന്നു എന്ന് പിന്നെ എനിക്ക് തോന്നിട്ടോ. ഇനി ഇതാ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മുകളിലായിട്ട് ബദാമും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഹെൽത്തി ഫാംസിൻ്റെ ഈ ഒരു ഒറിജിനൽ കൂവപ്പൊടി, അതുപോലെ ഹണി, പിന്നെ കസ്തൂരി മഞ്ഞൾ, ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ വെബ്സൈറ്റിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. അതിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവരുടെ പ്രൊഡക്ട്സിൻ്റെ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. അങ്ങനെ ബാങ്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മൾ നോമ്പ് തുറക്കുകയാണ് കേട്ടോ. സോനുട്ടി ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു കൂവപ്പൊടി വെച്ചിട്ടുള്ള ഡ്രിങ്കിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് കട്ട വെയിറ്റിങ്ങിലിരുന്നു. കാരണം അവനിത് ഈ ഒരു രീതിയിൽ ആദ്യമായിട്ട് കുടിക്കുകയാണ്. ഞാനിടക്ക് ഇങ്ങനെ വയറുവേദനയും അതേപോലെ ക്ഷീണവും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കൂവപ്പൊടി കാച്ചി കൊടുക്കാറുണ്ട്, ഇതുപോലെ ആക്കി കൊടുക്കാറില്ല കേട്ടോ. പിന്നെ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ എണ്ണക്കടികളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. സാധാരണ സോനുട്ടിക്ക് നോമ്പുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ഐറ്റം എണ്ണക്കടിയെങ്കിലും മസ്റ്റാണ് കേട്ടോ. ഇന്നിപ്പോൾ പുഡിങ്ങൊക്കെ ആക്കി കൊടുത്തപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഈ പുഡിങ്ങിൽ തേനിൻ്റെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ മുന്നിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മളിതിൽ കുറച്ച് അധികം തേന് ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ കൂവപ്പൊടി വെച്ചിട്ട് പുഡിങ്ങൊക്കെ തയ്യാറാക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് ഫ്ലേവർ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക. അതിൽ ഏത് ഫ്ലേവറാണോ ആഡ് ചെയ്യുന്നത് അതിൻ്റെ ആ ഒരു ടേസ്റ്റിക്ക് തന്നെ മാറും. അപ്പോൾ ഇതാ എല്ലാവരും മുഴുവൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ആനക്കുട്ടിക്ക് പുഡിങ് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവൾക്ക് അങ്ങനെ ഭയങ്കര മധുരമൊന്നും ഇഷ്ടമില്ലല്ലോ. അപ്പോൾ അവളുടെ ബാക്കിയുള്ള പുഡിങ്ങാണ് അവിടെ സോനും നൈഷും കൂടിയിട്ട് മത്സരിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാവരും മുഴുവൻ കുടിച്ച് പാത്രം കാലിയാക്കിയിട്ടുണ്ട് കേട്ടോ. നോമ്പ് തുറക്ക് കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാവരും വുളു എടുത്ത് വന്നിട്ടുണ്ട് നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. നൈഷുമ്മ സ്വന്തമായിട്ട് അവളുടെ പ്രയർ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു രൂപത്തിലാണ് കേട്ടോ ഉണ്ടാവുക. മൊത്തത്തിൽ തല തിരിച്ചിട്ടായിരിക്കും ഇടുക. എന്നിട്ടോ അത് കണ്ട എല്ലാവർക്കും ചിരി വരികയും ചെയ്യും. അഥവാ ആരെങ്കിലും അവളെ നോക്കി ചിരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതാണ് കേട്ടോ അവസ്ഥ. മുഖം ആകെ കയറ്റി വെച്ച് അവിടെ ഇരിക്കും. ചിലപ്പോഴൊക്കെ അവളെ നോക്കിയിട്ട് മറ്റുള്ളവർ ചിരിച്ചു എന്നും പറഞ്ഞിട്ട് നിസ്കരിക്കാൻ പോലും മറന്ന് ഫുള്ള് കരച്ചിലായിരിക്കും കേട്ടോ. ഇന്നിപ്പോൾ കരച്ചിലൊന്നുമില്ല, ആൾ നല്ല നീറ്റായിട്ട് നിൽക്കുന്നുണ്ട്. എൻ്റെ ഫോട്ടോ എടുത്ത് തരുമോ വീഡിയോ എടുത്ത് തരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് പോസ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇഷാ നിസ്കാരം കൂടെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ആ ബിരിയാണി കഞ്ഞി കുടിച്ചിട്ടുണ്ടായിരുന്നത്. അനുക്കുട്ടിക്ക് ഇങ്ങനെയുള്ള ടൈപ്പ് ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവൾക്കായിരുന്നു കേട്ടോ ഈ ബിരിയാണി കഞ്ഞി ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുണ്ടായിരുന്നത്. എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു, ടേസ്റ്റിയാണ് സംഭവം. നോമ്പൊക്കെ തുറക്കുന്ന ടൈമിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡിഷാണ് കേട്ടോ ഈ ബിരിയാണി കഞ്ഞി.
നൈഷുമ്മ ഇന്നുണ്ടാക്കിയ പുഡിങ് മൊത്തം അടിച്ചു കയറ്റിയിട്ട് ആകെ മപ്പായിട്ട് ഇരിക്കുന്നു. അവളുടെ പുഡിങ്ങും പോരാത്തതിന് അനുക്കുട്ടി ബാക്കി വെച്ച പുഡിങ്ങും കൂടെ സോനുവിൻ്റെ അടുത്ത് അടിയിട്ട് വാങ്ങി കഴിച്ചിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അത് കാരണം കൊണ്ട് അവൾക്ക് പിന്നെ വേറൊന്നും കഴിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഒരു നോമ്പിൻ്റെ ദിവസത്തെ നമ്മുടെ ഒരു ഫുൾ ഡേ റൂട്ടീൻസൊക്കെ. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴത്തെ ഈ ഒരു കൊടും വേനലിലെ ഈ നോമ്പ് കാലം നമ്മുടെ ശരീരത്തിൻ്റെ ക്ഷീണം മാറ്റാനും നല്ല ഉഷാറും ഉന്മേഷവും എനർജിയും ഒക്കെ കിട്ടാൻ കൂവപ്പൊടി ബെസ്റ്റാണ്. അതും നമ്മുടെ ഹെൽത്തി ഫാംസിൻ്റെ ആകുമ്പോൾ 100% നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാം. അത്രയും നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ് അവരുടേത്. പിന്നെ അതുപോലെ തന്നെ തേനും കസ്തൂരി മഞ്ഞളും ഒക്കെ ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാനിത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവരുടെ വെബ്സൈറ്റിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. അതുവഴി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. ഇനി ഈ തേനിൻ്റെ കുപ്പി കാലിയാക്കാണ്ട് ഇനി നൈഷുമ്മാക്ക് ഉറക്കമല്ല കേട്ടോ.